ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്നിവിടെ തയ്യാറാക്കുന്നത് വൈകിട്ടത്തേക്കുള്ളൊരു സ്നാക്കാണ്, ഒരു ബ്രെഡ് പക്കോട. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളൻകിഴങ്ങ്, നല്ല വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തണ്ട് മല്ലിയില, അതും ചോപ്പ് ചെയ്തതാണ്. പച്ചമുളക് ഒരു 8 എണ്ണം, എരിവ് കുറഞ്ഞതാണ്, അതും നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. ഇത് ഗ്രീൻ ചട്നിയാണ്. ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ മല്ലിയിലയും 2 പച്ചമുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. മല്ലിയില ഒരു 3 വലിയ തണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തു. കടലപ്പൊടി എടുത്തിട്ടുണ്ട് 2 കപ്പ്, ഇടിച്ച മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഡ്രൈ മാംഗോ പൗഡർ. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ കിട്ടിയില്ല എന്ന് വെച്ചാലും നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്, ഓപ്ഷനിലാണത്. ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ നന്നായിരിക്കും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓയിലും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് പൊട്ടാറ്റോ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. പൊട്ടാറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പൊട്ടാറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഉടച്ചെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കേണ്ടതുണ്ട്. 1/2 ടീസ്പൂണോളം ഇടിച്ച മുളക് പൊടി ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചേർക്കാം. സവാള, ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പിടി മല്ലിയില, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഡ്രൈ മാംഗോ പൗഡറും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മുക്കി പൊരിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് കടലപ്പൊടി ഒന്ന് നനച്ച് എടുക്കേണ്ടതുണ്ട്. കടലപ്പൊടി നനച്ചെടുക്കുന്നതിനായിട്ട് വലിയ പാത്രത്തിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഇടിച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്, ഒരു പിടി മല്ലിയില, ഗരം മസാലപ്പൊടി ഒരു പിഞ്ച്, 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. കട്ടിയിലെല്ലാം നനച്ചെടുക്കുന്നത് കുറച്ചൊരു വെള്ളത്തിൻ്റെ അളവിൽ നമുക്ക് നനച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഉടച്ചുടച്ച് നമുക്ക് നനച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു അളവിൽ, ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു അളവിൽ, നമ്മുടെ തവിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നനവ് പാകമായി എന്നർത്ഥം. അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഒരു പീസ് ബ്രെഡിൽ നമ്മൾ ആദ്യമേ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങില്ലേ, അതെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത പീസിൽ നമുക്ക് നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ച ചട്നി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പുരട്ടി കൊടുക്കണം. മല്ലിയിലയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നി അടുത്ത പീസ് ബ്രെഡിലേക്കും കൂടി പുരട്ടി കൊടുക്കുക. കണ്ടോ, അതിനുശേഷം നമ്മൾ കിഴങ്ങ് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് പീസിലേക്ക്
ഇത് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. 4 സൈഡും അതിൻ്റെ പുറത്തേക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മസാലയെല്ലാം ഉള്ളിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ പീസും എടുത്തിട്ട് ആദ്യം കിഴങ്ങിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ച ചട്നി ചേർത്തിട്ട് അടുത്ത പീസ് ബ്രെഡിലും തേച്ച് വെച്ച് കൊടുക്കാം. ഓരോ പീസും ഇങ്ങനെ ചെയ്ത് ആദ്യം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാം നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പൊരിച്ച് കോരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടലപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നുകൂടെ മിക്സ് ചെയ്ത് ചേർത്ത ശേഷം അതിലേക്ക് ബ്രെഡ് ഒന്നൊന്നായിട്ട് മുക്കിയെടുത്ത് എണ്ണ ചൂടായ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, 4 ഭാഗവും ഇതുപോലെ ചേർത്ത് കൊടുക്കണം. പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എണ്ണയിലേക്ക്. കൈ പൊള്ളിക്കാതെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ബ്രൗൺ ആവണ്ട, എന്നാലും ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് അരിപ്പക്കൈയിൽ കോരിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ പൊരിച്ച് കോരാം. കണ്ടോ, ഇനി നമുക്ക് അരിപ്പക്കൈയിൽ എടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ, പൊരിച്ചതൊക്കെ വെക്കുകയാണെങ്കിൽ ഈ കൂടുതൽ നിൽക്കുന്ന എണ്ണയുടെ അളവ് കുറച്ചൊന്ന് അതിലേക്ക് പിടിച്ചോളും. പൊരിച്ച് കോരുന്നതിൽ കുറച്ച് എണ്ണയുടെ അളവ് ഇങ്ങനെ നിൽക്കുമല്ലോ, അപ്പോൾ അത് ടിഷ്യൂ പേപ്പറിലേക്ക് പിടിച്ച് പൊക്കോളും. അടുത്ത ബ്രെഡും ഇതുപോലെ മുക്കി പൊരിക്കാൻ നേരത്ത് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആ കടലപ്പൊടിയുടെ ആ ഒരു ഗ്രേവി പോലെയുള്ളതുണ്ടല്ലോ, അതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മല്ലിയിലയൊക്കെ കൂടെ അതിൻ്റെ താഴെ പോയി ഇങ്ങനെ ചേർന്നിരിക്കും. വെള്ളത്തിൻ്റെ അളവ് പോലെ മേലെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ചേർത്ത് വേണം എപ്പോഴും പൊരിച്ച് കോരാനായിട്ട്. കടലപ്പൊടിയുടെ ഈ അംശമൊക്കെ ഉണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് അത് പതുക്കെ ഒന്ന് കോരി മാറ്റാനും ശ്രദ്ധിക്കുക. വീണ്ടും ബ്രെഡ് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കത് തവി കൊണ്ട് കോരിയെടുക്കാം. കണ്ടോ, ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ച് കോരാം. ലാസ്റ്റ് പൊരിച്ച് കോരുമ്പോൾ അതിൽ ബാക്കിയുള്ള ആ ഒരു മാവൊക്കെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് പൊരിച്ച് കോരാം. എണ്ണയുടെ അളവൊന്ന് കുറയുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. കാരണം എപ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ പൊരിച്ച് കോരുമ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ വളരെ വേഗം നമുക്ക് അതിൽ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എണ്ണയുടെ അളവും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ചൂടും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വൈകുന്നേരത്തേക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.